അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 29 ഞായറാഴ്ച. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം വിവാദമാക്കി കോൺഗ്രസ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റപത്രവുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. വീഡിയോ ചിത്രീകരണം മുതൽ സംസ്കാര ചടങ്ങുകളിൽ വരെ മൻമോഹൻ സിംഗിനോടും കുടുംബത്തോടുമുള്ള അവഗണന ദൃശ്യമായിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആരോപിച്ചു. ദൂരദർശന് മാത്രമായിരുന്നു ചിത്രീകരണത്തിന് അനുമതിയെന്നും മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങളുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് പകരം മോദിയെയും അമിത്ഷായെയും മാത്രമാണ് ദൂരദർശൻ സംപ്രേഷണത്തിൽ എപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നതെന്നും മുൻനിരയിൽ 3 സീറ്റ് മാത്രമാണ് കുടുംബത്തിന് നൽകിയതെന്നും കോൺഗ്രസ് നേതാക്കൾ നിർബന്ധം പിടിച്ചപ്പോൾ മാത്രമാണ് കൂടുതൽ സീറ്റുകൾ അനുവദിച്ചതെന്നും പവൻ ഖേര വിവരിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നിഗംബോധ് ഘട്ടിൽ നടത്തിയതിലൂടെ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ അപമാനിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ആഞ്ഞടിച്ചിരിക്കുന്നത്. സംസ്കാരത്തിനും സ്മാരകത്തിനുമായി പ്രത്യേക സ്ഥലം അനുവദിക്കണമായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരക വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KC വേണുഗോപാൽ. മൻമോഹൻ സിംഗിന്റെ അന്തിമ ചടങ്ങുകൾ പ്രത്യേക സ്ഥലത്ത് ആയിരുന്നില്ലേ നടത്തേണ്ടിയിരുന്നതെന്നും സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ വിചാരിച്ചാലാണോ നടക്കാത്തതെന്ന് ചോദിച്ച അദ്ദേഹം വാജ്പേയിക്ക് സ്ഥലം കണ്ടെത്തിയല്ലോ എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ അപമാനിച്ചെന്ന കോൺഗ്രസ് ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ. മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നടന്ന ദിവസം തന്നെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഷ്ട്രീയം കളിക്കുന്നത് ദൌർഭാഗ്യകരമെന്നും മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് കോൺഗ്രസ് സോണിയാഗാന്ധിയെ സൂപ്പർ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പദത്തെ അപമാനിച്ചുവെന്നും നദ്ദ ആരോപിച്ചു. മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ മൃതദേഹം AICC ആസ്ഥാനത്ത് വെക്കാൻ പോലും അനുവദിച്ചില്ലെന്നും മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി മരിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പോലും വിളിച്ചില്ലെന്നും കുറ്റപ്പെടുത്തി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പ്രത്യേക സ്മാരകം വേണമെന്ന കോൺഗ്രസ് ആവശ്യത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി തന്റെ പിതാവ് മരിച്ചപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു അനുശോചന യോഗം വിളിക്കാൻ പോലും നേതൃത്വം തയ്യാറായില്ലെന്നും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ തെറ്റിദ്ധരിപ്പിച്ചതായും ശർമിഷ്ഠ ആരോപിച്ചു. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കോട്ടയം SPയുടെ റിപ്പോർട്ട് പുറത്ത്. EP കോടതിയെ സമീപിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എല്ലാം തെളിയണമെങ്കിൽ കേസെടുത്തുള്ള അന്വേഷണം വേണമെന്നും വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും പല കാര്യങ്ങളിലും ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ടെന്നും എന്നാൽ നേരിട്ട് കേസെടുക്കാനാകില്ലെന്നും പരാതിക്കാരൻ കോടതിയെ സമീപിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. ആത്മകഥ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിലെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും ശരിവച്ചു. നേരത്തെ താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണത്തിലും തെളിഞ്ഞതെന്നാണ് EP പറഞ്ഞത്. ആത്മകഥ ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയാണെന്നും എന്ത് അഹന്തയും ധിക്കാരവുമാണെന്നും EP ചോദിച്ചു. ആത്മകഥ DC ബുക്സിൽ നിന്ന് എങ്ങനെയാണ് ചോർന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടുണ്ടെന്നും EP വിവരിച്ചു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ കോടതി വിധിയിൽ ഉൾപ്പെടുത്താത്ത ആളുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. കേരളത്തിൽ ഇത്രയധികം ആളുകളെ ശിക്ഷിച്ച കേസുകളുണ്ടോ എന്ന് അറിയില്ലെന്നും കുഞ്ഞിരാമന് മുകളിലും താഴെയും ആളുകളുണ്ടെന്നും നിലവിലെ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി CBIക്ക് കേസ് കൈമാറാൻ നട്ടെല്ല് കാണിച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസിന്റെ വിജയശില്പികളെന്നും സുധാകരൻ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയിലൂടെ കുടുംബത്തിന് നീതി ലഭിച്ചുവെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കുടുംബവും മുന്നണിയും ഒന്നിച്ചു നിന്ന് പോരാടിയതിന്റെ ഫലമാണിതെന്നും വിധിയെ UDF സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയത് നീതീകരിക്കാൻ കഴിയാത്ത സംഭവമാണെന്നും ഖജനാവിലെ പണം കൊല്ലപ്പെട്ടതിന്റേതു കൂടിയാണെന്നും PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ കോടതി വിധിയോട് പ്രതികരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ വിധിന്യായം പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെന്നും CBI കോടതിയുടെ വിധി അന്തിമമാണെന്ന് പറയാൻ കഴിയില്ലെന്നുമാണ് EP ജയരാജൻ പറഞ്ഞത്. CPMന് നേരെ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നും കോൺഗ്രസ് നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളെ മറച്ചുവെക്കലാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും EP അഭിപ്രായപ്പെട്ടു.
വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതിനാൽ അന്വേഷണം വേണമെന്ന് CPM. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടന്നതായി പരാതിയുണ്ടെന്നും കോടികൾ തട്ടിയെടുത്തവർ NM വിജയനെ ബലിയാടാക്കിയതാണെന്ന് കോൺഗ്രസിലെ നേതാക്കൾ രഹസ്യമായി പറയുന്നുവെന്നും CPM ഏരിയ കമ്മിറ്റി നേതൃത്വം കുറ്റപ്പെടുത്തി. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് കോഴയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി പഴയ കരാർ രേഖ. ബാങ്ക് നിയമനത്തിനായി ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്ന് 30 ലക്ഷം രൂപ വാങ്ങിയതായി കരാർ. ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷററായിരുന്ന NM വിജയനാണ് രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത്. വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെയും മകന്റെയും ആത്മഹത്യയിൽ പ്രതികരണവുമായി VD സതീശൻ. KPCCക്ക് പരാതി കിട്ടിയതായി അറിയില്ലെന്നും സംഭവത്തിൽ ഏത് അന്വേഷണവും നടത്തിക്കോട്ടെയെന്നും ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ സംരക്ഷിക്കില്ലെന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. നിലവിൽ 7 കൗണ്ടറുകളാണ് ഉള്ളത്. അവ 10 ഉയർത്തും. 60 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേക കൗണ്ടർ തുറക്കും. ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ഡിസംബർ 30 വൈകിട്ടാണ് മകരവിളക്ക് മഹോത്സവത്തിനായി ഇനി ശബരിമല നട തുറക്കുന്നത്. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി MV ഗോവിന്ദൻ. ജില്ലയിലെ നേതാക്കളിൽ പണസമ്പാദന പ്രവണത വർദ്ധിക്കുന്നുവെന്നും തിരുവല്ല ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയത അനുവദിക്കില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. നേതാക്കൾക്കെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി പ്രളയമാണെന്നും പത്തനംതിട്ടയിലെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് അകന്നെന്നും ജില്ലാ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. KSRTCയുടെ പ്രതിദിന വരുമാനം സർവകാല റെക്കോർഡിലേക്ക്. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രതിദിന വരുമാനം 9.22 കോടി രൂപ എന്ന നേട്ടത്തിലെത്തി. 2023 ഡിസംബർ മാസം 23 നേടിയ 9.06 കോടി എന്ന നേട്ടമാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിനെതിരെ പരാതിയുമായി നിക്ഷേപകൻ നെടുപുറത്ത് ഗോപിനാഥൻ. ചികിത്സയ്ക്ക് പണം നിഷേധിച്ചെന്നാണ് ഗോപിനാഥന്റെ പരാതി. ബാങ്കിൽ 30 ലക്ഷത്തിലേറെ നിക്ഷേപമുണ്ടെന്നും 10 ലക്ഷം രൂപയാണ് ചികിത്സയ്ക്ക് ആവശ്യമായി വേണ്ടതെന്നും എന്നാൽ ബാങ്ക് 3 തവണയായി നൽകിയത് 1.5 ലക്ഷം രൂപ മാത്രമാണെന്നും ഗോപിനാഥന്റെ ഭാര്യ പ്രഭ വ്യക്തമാക്കി. പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയയ്ക്കെതിരെ മന്ത്രി MP രാജേഷ്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയെയും വീണ്ടും സ്ഥലം മാറ്റി പഞ്ചായത്ത് ഭരണ സംവിധാനം അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി പറഞ്ഞു. നുണപറച്ചിൽ അവസാനിപ്പിച്ച് ജനങ്ങളോട് സത്യം പറയാൻ പ്രസിഡന്റ് തയ്യാറാവണമെന്ന് MP രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. മകനെ കഞ്ചാവുമായി പിടികൂടിയെന്ന വാർത്തയിൽ പ്രതികരിച്ച് കായംകുളം MLA U പ്രതിഭ. വാർത്ത വ്യാജമാണെന്ന് U പ്രതിഭ MLA ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞു. മകൻ സുഹൃത്തുക്കളുമായി ചേർന്ന് ഇരുന്നപ്പോൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും U പ്രതിഭ പറഞ്ഞു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ച് മദ്രാസ് ഹൈക്കോടതി. 3 മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട്. കേസിലെ FIR ചോർന്നത് പ്രത്യേകം അന്വേഷിക്കണമെന്നും മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കൊടും തണുപ്പിനൊപ്പം ഡൽഹിയിൽ കനത്ത മഴ. 24 മണിക്കൂറിനിടെ ഡൽഹിയിൽ പെയ്തത് 101 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണെന്നും സാധാരണ ഡിസംബറിൽ ലഭിക്കുന്ന മഴയുടെ 5 ഇരട്ടിയാണ് ഇപ്പോൾ ലഭിച്ചതെന്നും കാലാവസ്ഥാ കേന്ദ്രം വിവരിച്ചു. അതേസമയം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 11.8 ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില. കനത്ത മഞ്ഞുവീഴ്ചയും മഴയും മൂലം ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിന് പ്രതികാരമായി പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തി താലിബാൻ. ആക്രമണത്തിൽ 19 പാക് സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതിർത്തി പ്രദേശങ്ങളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ നിരവധി തവണ ആക്രമണങ്ങൾ നടന്നതായാണ് വിവരം. പാകിസ്ഥാന്റെ 2 സൈനിക പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. യമനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിനെ തകർത്ത് ഇസ്രയേൽ. US-ന്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഇസ്രയേൽ മിസൈലുകളെ തകർത്തത്. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്.
അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്ന് 38 പേർ മരിച്ച സംഭവത്തിൽ അസർബൈജാനോട് ക്ഷമാപണം നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ദാരുണ സംഭവമെന്നാണ് പുടിൻ സംഭവത്തെ വിശേഷിപ്പിച്ചത്. അസർബൈജാൻ പ്രസിഡന്റുമായി പുടിൻ ഫോണിൽ സംസാരിച്ചുവെന്ന് റഷ്യ വ്യക്തമാക്കി. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനമാണ് വിമാനം തകരാൻ കാരണമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ക്ഷമാപണം. അതേസമയം ക്ഷമാപണം നടത്തിയെങ്കിലും അപകടത്തിന് റഷ്യയാണ് ഉത്തരവാദിയെന്ന് പുടിൻ പറഞ്ഞില്ല. റഷ്യയുടെ വ്യോമ മേഖലയിൽ അപകടം നടന്നതിനാലാണ് ക്ഷമ ചോദിച്ചതെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത്. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ സെഞ്ചുറി നേടിയതിന് പിന്നാലെ ഇന്ത്യൻ താരം നിതീഷ് കുമാർ റെഡ്ഡിക്ക് 25 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ച് ആന്ധ്ര ക്രിക്കറ്റ് അസോസിയേഷൻ. ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യയെ കരകയറ്റിയത് നിതീഷിന്റെ സെഞ്ചുറി ഇന്നിംഗ്സ് ആയിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിതീഷിന്റെ കന്നി സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺസ് എന്ന നിലയിലാണ്. 176 പന്തിൽ 105 റൺസുമായി നിതീഷ് ക്രീസിലുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.